Hi all, welcome back to your spoken English class. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഏറ്റവും അടിസ്ഥാനപരമായിട്ട് നമ്മുടെ സംസാരത്തിൽ വേണ്ട കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ അതെന്താണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ സംസാരത്തിൽ നമ്മൾ സാധാരണയായിട്ട് ഒത്തിരി സെന്റൻസുകൾ ഉപയോഗിക്കും, അതുപോലെ ഒത്തിരി വേർഡ്സ് ഉപയോഗിക്കും അല്ലേ. ചെറിയ ചെറിയ വാക്കുകൾ ഉപയോഗിക്കും, അതുകൂടാതെ ചെറിയ വാക്കുകൾ ചേർന്ന ചെറിയ സെന്റൻസസ് ഉപയോഗിക്കും, അതുപോലെ വലിയ സെന്റൻസുകൾ നമ്മൾ ഉപയോഗിക്കും. അപ്പൊ ഇതെല്ലാം ചേരുമ്പോഴാണ് നമ്മുടെ ഒരു സംഭാഷണം നല്ല മനോഹരമായി തീരുന്നത്, അറിയാലോ. അപ്പൊ നമുക്ക് വേർഡ്സിന് നമുക്ക് ബുദ്ധിമുട്ടില്ല, കാരണം വൊക്കാബുലറി നമുക്ക് ഒത്തിരി റിച്ച് ആണ് അല്ലെ. ഒത്തിരി വാക്കുകളുടെ ഒരു കൂട്ടം നമ്മുടെ ഇടയിലുണ്ട്. അപ്പൊ നമുക്ക് അതിൽ നിന്ന് ഏത് വേണോ തിരഞ്ഞെടുക്കാം. അതിനുശേഷം ഈ വാക്കുകളെല്ലാം ഉപയോഗിച്ചിട്ട് നമ്മൾ കൊച്ചു കൊച്ചു സെന്റൻസുകൾ, വാക്യങ്ങൾ ഉണ്ടാക്കുന്നു. ആ വാക്യങ്ങൾ ഉപയോഗിച്ചിട്ട് നമ്മൾ സംസാരിക്കുന്നു. അപ്പൊ വാക്യങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ വാക്യങ്ങളിൽ എന്തൊക്കെയാണ് ചേർക്കേണ്ടതെന്ന് നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ നമ്മുടെ കുറെ വാക്കുകൾ ചേർന്നാൽ ഒരിക്കലും അതൊരു സെന്റൻസ് ആകൂല. വാക്കുകളുടെ കൂട്ടം എന്ന് മാത്രം സെന്റൻസ് നമുക്ക് പറയാൻ പറ്റൂല. വാക്കുകളുടെ കൂട്ടമായിരിക്കണം. അതോടൊപ്പം തന്നെ നമുക്കൊരു മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു ഐഡിയ, ഒരു സെൻസ് അതിൽ നിന്ന് കിട്ടണം. അങ്ങനെയാണെങ്കിൽ ഒരു സെന്റൻസിൽ എന്തൊക്കെ കാര്യം ഉണ്ടായിരിക്കണം എന്ന് നമ്മൾ അറിയണ്ടേ. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അതാണ് നോക്കാൻ പോകുന്നത്, സെന്റൻസ് എങ്ങനെ ഉണ്ടാക്കാം. അപ്പൊ നമ്മൾ ആദ്യം തന്നെ നമ്മളൊരു സെന്റൻസ് ഉണ്ടാക്കുമ്പോഴേക്കും അതിൽ എന്തൊക്കെ കാര്യങ്ങൾ ചേർക്കണം എന്നറിയണമെങ്കിൽ സെന്റൻസിന്റെ പാർട്സ് ഏതൊക്കെയാണെന്ന് നമ്മൾ അറിയണം. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ ഒരു സെന്റൻസ് എടുക്കാം. ഹി ഈസ് റൈറ്റിംഗ് ഒരു സെന്റൻസ് ആണ്. ഹി ഈസ് റൈറ്റിംഗ്, അവൻ എഴുതിക്കൊണ്ടിരിക്കുന്നു. ഈ ഒരു സെന്റൻസ് നമ്മൾ എടുക്കുമ്പോഴേക്കും അതിന് നമുക്ക് പല ഭാഗങ്ങളായിട്ട് മുറിക്കാം അല്ലെ. ഹി ഉണ്ട്, ഈസ് ഉണ്ട്, റൈറ്റിംഗ്, അങ്ങനെ 3 പാർട്ട് അതിനകത്തുണ്ട്. ഹി ഈസ് റൈറ്റിംഗ്. അപ്പൊ ഇതിനകത്ത് ഇതൊക്കെ എന്താണ്? ഹി എന്താണ്, ഈസ് എന്താണ്, റൈറ്റിംഗ് എന്താണ്, ഇതൊക്കെ അറിഞ്ഞിരിക്കണം. കാരണം എന്നാൽ മാത്രമേ നമുക്കൊരു സെന്റൻസ് കൃത്യമായിട്ട് ഫോം ചെയ്ത് സംസാരത്തിൽ ഉപയോഗിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ നമുക്ക് നോക്കാം. ഹി എന്ന് പറയുമ്പോഴേക്കും അത് അവൻ എന്ന് പറയുന്ന ഒരു വാക്ക്, അതെന്താണ്? ഈ സെന്റൻസിൽ അതിന്റെ റോൾ എന്താണ്? ഹി എന്ന് പറയുന്ന പദത്തിന്റെ റോൾ എന്താണ്? അതായത് ഹി എന്ന് പറയുന്ന ആളാണ് ഈ കാര്യം ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്ത് കാര്യം? റൈറ്റിംഗ് എന്ന് പറയുന്ന ആൾ, എഴുതുക എന്ന് പറയുന്ന കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് ഹി. അപ്പൊ ഹി എന്ന് പറയുന്ന ഈ വാക്കിന് നമുക്കൊരു പേര് കൊടുക്കാം. എന്താണ്? സബ്ജക്റ്റ്. ഈ സെന്റൻസിന്റെ സബ്ജക്റ്റ് ഏതാണെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് പറയാം അത് ഹി ആണ്. കാരണം ഹി എന്ന് പറയുന്ന ആളാണ് ഈ സെന്റൻസിൽ പറയുന്ന കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതാണ് ഹെഡായിട്ട് നിൽക്കുന്നത്. ഓക്കെ, അത് സബ്ജക്റ്റ്. ഇനി അതേ തുടർന്ന് വരുന്ന ഭാഗമുണ്ട്, ഈസ് വർക്കിംഗ്. ഇത് രണ്ടും കൂടി ചേർത്തിട്ട് നമുക്ക് ആ ഭാഗത്തിന് പ്രെഡിക്കേറ്റ് എന്ന് പറയാം. ഹി ഈസ് വർക്കിംഗ്, ഹി എന്ന് പറയുന്ന സബ്ജക്റ്റ് ആണ്. ഈസ് വർക്കിംഗ് എന്ന് പറഞ്ഞാൽ അത് പ്രെഡിക്കേറ്റ് ആണ്. ഈ പ്രെഡിക്കേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രെഡിക്കേറ്റ് എന്ന് പറയുന്നത് ഈ സെന്റൻസിന്റെ രണ്ടാമത്തെ പാർട്ടാണ്. അതിൽ ഉൾപ്പെടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമ്മുടെ വെർബ്, അതായത് ക്രിയ. എന്താണോ ക്രിയ, ആ ക്രിയ ഉൾപ്പെടുന്ന ഭാഗം. ക്രിയ വരും, ക്രിയ അല്ലാത്ത കുറച്ച് വാക്കുകളും കൂടി അതിനകത്ത് വരും. പക്ഷെ നമ്മളിപ്പോ ആദ്യം ഫോർ ദ സേക്ക് ഓഫ് സിംപ്ലിസിറ്റി നമ്മൾ ആദ്യം പഠിക്കുന്നത് ഈ സിമ്പിൾ ആയിട്ടുള്ള ഒരു സെന്റൻസ് ആണ്. അതിനുശേഷം നമുക്ക് കൂടിയ കാര്യങ്ങളൊക്കെ പഠിക്കാം. ഓക്കെ, അപ്പൊ ഇതില് ഈസ് വർക്കിംഗ് എന്നാണ് ചേർത്തിരിക്കുന്നത്. കാരണം അതൊരു തുടർന്നുകൊണ്ട് പോകുന്ന പ്രവൃത്തി ആയതുകൊണ്ട് ഹി വർക്കിംഗ് നമുക്ക് പറഞ്ഞാൽ അത് പൂർണ്ണമാവൂല അല്ലെ. നമുക്ക് ഏത് വാക്കുകളും ഒരുമിച്ച് ചേർത്ത സെന്റൻസ് ആവൂലെന്ന് മനസ്സിലായില്ലേ. അപ്പൊ ഈസ് എന്ന് പറയുന്ന ഒരു പദം കൂടി ചേർത്താലേ അതൊരു ഫുൾ സെന്റൻസ് ആയിട്ട് മാറുള്ളൂ. കാരണം അത് തുടർന്നുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയാണ്. അപ്പൊ ഹി ഈസ് വർക്കിംഗ്, വർക്ക് എന്ന് പറയുന്നതാണ് അവിടുത്തെ പ്രവൃത്തി. അല്ലെങ്കിൽ ഹി ഈസ് റൈറ്റിംഗ് എന്ന് പറയുമ്പോൾ റൈറ്റ് എന്ന് പറയുന്നതാണ് അതിനകത്ത് പ്രവൃത്തി. അപ്പൊ പ്രവൃത്തി വരുന്നത് പ്രെഡിക്കേറ്റ് പാർട്ടിലാണ്, നിങ്ങൾ ഓർത്തിരിക്കണം. അപ്പൊ ഒരു സെന്റൻസിൽ 2 ഭാഗം ഉണ്ടാകണം, അതായത് സബ്ജക്റ്റ് എന്നും പ്രെഡിക്കേറ്റ് എന്നും പറയും. അപ്പൊ ഇനി നമുക്ക് അത് വെച്ചിട്ട് കുറച്ച് സെന്റൻസ് ഉണ്ടാക്കിയാലാം. സബ്ജക്റ്റ് എന്ന് പറയുമ്പോഴേക്കും ഏത് വാക്ക് വേണമെങ്കിലും ആകാം. ഒരാളുടെ പേരാകാം, അനിമലിന്റെ പേരാകാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു വസ്തുവിന്റെ പേരാകാം, എന്തും ആകാം. രമ ഈസ് ഡ്രോയിങ്, രമ വരച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ രമ എന്ന് പറയുന്നതാണ് അതിനകത്ത് സബ്ജക്റ്റ്. ഈസ് ഡ്രോയിങ് എന്ന് പറയുമ്പോൾ വരയ്ക്കുക എന്നാണ്, ഡ്രോ എന്ന് പറയുന്നത്. അപ്പൊ ഈസ് ഡ്രോയിങ് എന്ന് പറയുന്നത് എന്താണ്?
പ്രെഡിക്കേറ്റ് പാർട്ടാണ്. റഹീം പ്രൈസ്, റഹീം പ്രാർത്ഥിക്കുന്നു. അപ്പൊ റഹീം പ്രൈസ്, പ്രൈസ് എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കുന്നു അല്ലെ. അപ്പൊ റഹീം എന്ന് പറയുന്നതാണ് ഇതിലെ സബ്ജക്റ്റ്, പ്രൈസ് എന്ന് പറയുന്നതാണ് ഇതിലെ പ്രെഡിക്കേറ്റ്. ഓക്കെ, കിട്ടിയല്ലോ. അപ്പൊ സബ്ജക്റ്റും പ്രെഡിക്കേറ്റും എന്താണെന്ന് മനസ്സിലായി, അതുപോലെ സബ്ജക്റ്റും വെർബും എന്താണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി കുറച്ച് സെന്റൻസുകൾ നിങ്ങൾ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യുക. ദ ചൈൽഡ് ക്രൈഡ്, ദ ചൈൽഡ് ക്രൈഡ്. അപ്പൊ ദ ചൈൽഡ് എന്ന് പറയുന്നതാണ് ഈ സെന്റൻസിലെ സബ്ജക്റ്റ്. ക്രൈഡ് എന്ന് പറയുന്നതാണ് ഇതിലെ പ്രെഡിക്കേറ്റ്. കുട്ടി കരഞ്ഞു, കുട്ടി കരഞ്ഞു. ദ ഗേൾ വാസ് സ്മൈലിംഗ്, ദ ഗേൾ വാസ് സ്മൈലിംഗ്. അപ്പൊ ഇതിലെ സബ്ജക്റ്റ് ഏതാണ്? ദ ഗേൾ. പ്രെഡിക്കേറ്റ് ഏതാണ്? വാസ് സ്മൈലിംഗ്. ഒരു സെന്റൻസ് നോക്കും. ഹി ഈസ് എ സ്റ്റുഡന്റ്, ഹി ഈസ് എ സ്റ്റുഡന്റ്. അപ്പൊ ഹി ഈസ് എ സ്റ്റുഡന്റ് എന്ന് പറയുന്ന സെന്റൻസിൽ ഇതിലെ സബ്ജക്റ്റ് ഏതാണ്? ഹി. വെർബ് ഏതാണ്? ഇതിലെ വെർബ് ഏതാണ്? ഇതിലെ വെർബാണ് ഇസ്. ഇതിലെ വെർബ് ഇസ് ആണ്. അതുപോലെ സ്റ്റുഡന്റ് എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി, അവനൊരു വിദ്യാർത്ഥിയാണ്. അപ്പൊ ഇതിലെ സബ്ജക്ട് പാർട്ട് എന്ന് പറയുന്നത് ഹി ആണ്. പ്രെഡിക്കേറ്റ് പാർട്ട് എന്ന് പറയുന്നത് ഈസ് എ സ്റ്റുഡന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന വെർബ് ഈസ് എന്ന് പറയുന്നത്, ഇത് നമുക്ക് അറിയാം, ഇതൊരു ആക്റ്റീവ് ആയിട്ടുള്ള വെർബ് അല്ല. ആക്റ്റീവ് വെർബ് എന്ന് പറയുമ്പോഴേക്കും നമുക്ക് മറ്റുള്ള വെർബുകളിൽ ഇപ്പോൾ റൈറ്റ്, ഡ്രോ, സിങ്, ഡാൻസ്, റൺ ഇങ്ങനെയൊക്കെ പറയുന്ന വെർബുകളിലൊക്കെ നമുക്ക് ഒരു പ്രവൃത്തി ആക്റ്റീവായിട്ട് കാണാൻ പറ്റും അല്ലെ. പ്രവർത്തന നിരതമായിട്ടുള്ള ഒരു വെർബാണത്. പക്ഷെ അല്ലാത്ത ഈ ഈസ്, വാസ്, ആം, വിൽ ബി, ഷാൽ ബി ഇങ്ങനെയൊക്കെ പറയുന്ന വെർബുകൾ വരുമ്പോഴേക്കും അതിനകത്ത് നമുക്കൊരു ആക്റ്റീവായിട്ടുള്ള ഒരു മോഡ് കാണാനായിട്ട് സാധിക്കുന്നില്ല. അപ്പൊ അതിന് നമുക്ക് പറയാം പാസീവ് വെർബുകളാണ്. അതായത് ഇത് ആക്റ്റീവ് അല്ല, അതിന്റെ ഓപ്പോസിറ്റ്. ഇങ്ങനെ അതിന് വെർബിന്റെ ജോലി ചെയ്യുന്നുണ്ട്, പക്ഷെ നമുക്ക് അത് ഇങ്ങനെ വിസിബിൾ ആയിട്ട് കാണുന്നില്ല. അങ്ങനെയുള്ള രീതിയിലുള്ള വെർബാണ് ആക്റ്റീവ് ആയിട്ടുള്ള വെർബുകളും പാസീവ് ആയിട്ടുള്ള വെർബുകളും. അപ്പൊ ഇതും വരാം സെന്റൻസിന്റെ ഭാഗമായിട്ട്. ആക്റ്റീവ് വെർബുകളും വരാം, പാസീവ് വെർബുകളും വരാം. അപ്പൊ ഇതുപോലെയുള്ള സെന്റൻസ്, ഹി ഈസ് എ സ്റ്റുഡന്റ്, ഐ ആം എ ടീച്ചർ, യു ആർ എ ഡോക്ടർ, ഇങ്ങനെയൊക്കെ പറയുന്ന സെന്റൻസുകളിലൊക്കെ നമ്മൾ കാണുന്നത് പാസീവ് ആയിട്ടുള്ള വെർബുകളാണ്. പോലെയുള്ള കുറെ സെന്റൻസുകൾ നിങ്ങൾ കണ്ടുപിടിക്കുക, നിങ്ങൾ എഴുതുക, നിങ്ങൾ പറയുക, എന്നിട്ട് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യുക. ഇതിലെ സബ്ജക്റ്റ് ഏതാണ്, ഇതിൽ പ്രെഡിക്കേറ്റ് ഏതാണ്, ഇതിലെ വെർബ് ഏതാണ് എന്നൊക്കെ ഒന്ന് ഐഡന്റിഫൈ ചെയ്തേക്കുക. വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ സെന്റൻസ് എടുക്കുമ്പോഴേക്കും അതിൽ പല പല ഭാഗങ്ങളുണ്ട്. സബ്ജക്റ്റും വെർബും ഉൾപ്പെടാതെ വേറെയും ഭാഗങ്ങൾ ഉണ്ടാവും. അത് ചില സെന്റൻസുകളിലൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ അതിൽ നമുക്ക് പറയും ഐ റൈറ്റ് എന്ന് പറയുമ്പോഴേക്കും ഞാൻ എഴുതുന്നു അല്ലെ. അപ്പൊ ഐ എന്ന് പറയുന്നത് സബ്ജക്റ്റ്, റൈറ്റ് എന്ന് പറയുന്നത് വെർബുമാണ്. ഐ റൈറ്റ് എ നോവൽ, ഞാനൊരു നോവൽ എഴുതുന്നു. അപ്പൊ ആ മൂന്നാമത് വരുന്ന ഭാഗമാണ് ഓബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഐ റൈറ്റ്, ഞാൻ എഴുതുന്നു. വാട്ട്, ഞാൻ എന്തെഴുതുന്നു? നോവൽ. അപ്പൊ നമ്മളൊരു സെന്റൻസിനോട് ഹൂ എന്ന് ചോദിക്കുമ്പോഴേക്കും അതിന് ആൻസർ കിട്ടുമ്പോ അത് നമുക്ക് എന്ത് പറയാം? അത് നമുക്ക് അതിന്റെ സബ്ജക്റ്റ്. ഇതിന് വാട്ട് എന്ന് പറയുമ്പോഴേക്കും അതിന് കിട്ടുന്ന ആൻസർ ആണ് ഇതിന്റെ ഓബ്ജക്റ്റ്. ഐ റൈറ്റ് എ നോവൽ എന്ന് പറയുമ്പോഴേക്കും അതിനകത്ത് ഹൂ റൈറ്റ്സ് എ നോവൽ. അപ്പൊ അതിനകത്തൊരു വാക്ക് നമുക്ക് കിട്ടും ഐ, അതാണ് അതിന്റെ സബ്ജക്റ്റ്. ഇനി ഐ റൈറ്റ് എ നോവൽ എന്ന സെന്റൻസിനോട് നമ്മൾ ചോദിക്കും ഐ റൈറ്റ് വാട്ട്, ഐ റൈറ്റ് വാട്ട്, എന്ത് എന്നുള്ള ചോദ്യത്തിന് നമുക്ക് അവിടെ ആൻസർ കിട്ടും എ നോവൽ. അതാണ് ഇതിന്റെ ഓബ്ജക്റ്റ്. അപ്പൊ ഒബ്ജക്റ്റ് ഒരു സെന്റൻസിൽ നിന്ന് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ആ സെന്റൻസിനോട് വാട്ട് അല്ലെങ്കിൽ വേറെ ഹൂം എന്നും ചോദിക്കാം. വാട്ട് അല്ലെങ്കിൽ ഹൂം എന്ന് ചോദിച്ചാൽ നമുക്കൊരു ആൻസർ കിട്ടുകയാണെങ്കിൽ അതാണ് ഒരു സെന്റൻസിന്റെ ഒബ്ജക്റ്റ്. യെസ്റ്റർഡേ ഐ മെറ്റ് ഹിം, ഇന്നലെ ഞാൻ അവനെ കണ്ടു. യെസ്റ്റർഡേ ഐ മെറ്റ് ഹിം. അപ്പൊ ഇന്നലെ എന്ന് പറയുന്നത് ഒരു പാസ്റ്റിന്റെ റെഫറൻസ് മാത്രമാണ്. ഐ മെറ്റ് ഹിം, ഐ എന്ന് പറയുമ്പോഴേക്കും ഞാൻ, മെറ്റ് ഹിം എന്ന് വെച്ചാൽ അവനെ കണ്ടുമുട്ടി. അപ്പൊ ഐ മെറ്റ് ഹൂം, ഞാൻ ആരെ കണ്ടുമുട്ടി. അപ്പൊ ഹൂം എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോ നമുക്ക് അവിടെ ആൻസർ കിട്ടും ഹിം, അവനെയാണ് കണ്ടുമുട്ടിയത്. അല്ലെങ്കിൽ യെസ്റ്റർഡേ ഐ മെറ്റ് രേഖ, യെസ്റ്റർഡേ ഐ മെറ്റ് രേഖ എന്ന് പറയുമ്പോഴേക്കും യെസ്റ്റർഡേ ഐ മെറ്റ് ഹൂം, അവിടെ ആരെയാണ് കണ്ടുമുട്ടിയത്? രേഖ. അപ്പൊ രേഖയാണ് ഇതിനകത്ത് ഒബ്ജക്റ്റ്.
കണ്ട, അപ്പൊ സബ്ജക്റ്റ്, ഒബ്ജക്റ്റ്, ഇതൊക്കെ വെർബ്, ഇതൊക്കെ ചേർന്നാണ് നമ്മുടെ സെന്റൻസ് വരുന്നത്. പക്ഷെ മെയിൻലി നമുക്കൊരു സബ്ജക്റ്റും ഒരു വെർബും മാത്രം ഉണ്ടെങ്കിലും അത് ഒരു സെന്റൻസ് ആയിട്ട് കൺസിഡർ ചെയ്യാം. അത് കൂടാതെ സെന്റൻസിൽ വേറെയും കുറെ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് വരും. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് പിന്നീട് പഠിക്കാം. പക്ഷേ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം, ഒരു സെന്റൻസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അതൊരു സബ്ജക്റ്റും ഒരു വെർബും മാത്രം മതി. അതിൽ വെർബ് ഒന്നില്ലെങ്കിൽ ആക്റ്റീവ് ആകാം, അല്ലെങ്കിൽ പാസീവ് ആകാം. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അതിനോട് ആഡ് അപ്പ് ചെയ്തു വരുന്നതാണ്. അപ്പൊ അത് നമുക്ക് പിന്നീട് കൂടുതൽ വിശദമായിട്ട് മനസ്സിലാക്കാം. ഇതിന്റെ വർക്കുകളൊക്കെ നമ്മൾ ചെയ്യാൻ പോവുകയാണ്. അപ്പൊ എല്ലാം ഭംഗിയായിട്ട് ചെയ്യുക. നിങ്ങൾ കൂടുതൽ കാര്യങ്ങൾ ചെയ്ത് സെന്റൻസുകൾ എഴുതിയും പറഞ്ഞും ഒക്കെ പഠിച്ച് കൂടുതൽ എക്സ്പേർട്സ് ആകാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത ഒരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.